ശ്രീ ജോബ് മൈക്കിൾ. സർ, സംസ്ഥാനത്തെ ആരോഗ്യ കുടുംബ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രിയായി ഉയർത്തിയപ്പോൾ ആവശ്യമായ തസ്തിക സൃഷ്ടിക്കാത്തത് മൂലം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി ജനറൽ ആശുപത്രി ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ജനറൽ ആശുപത്രിക്ക് ആനുപാതികമായ സ്റ്റാഫ് പാറ്റേൺ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതിന് പരിഹാരമുണ്ടാവുമോ? അതോടൊപ്പം കുറിച്ചി സജീവത്തുപുറം CHC 1,38,00,000 രൂപ മുടക്കി കിടത്തി ചികിത്സാ കേന്ദ്രത്തിൻ്റെ 90% പണി പൂർത്തീകരിച്ചു. ഇനിയും വളരെ കുറച്ച് പണി മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ. ആ പ്രവർത്തനം ഉടനെ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമോ എന്നുള്ള ചോദ്യം. സർ, ഈ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആ മേഖല പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളൊക്കെ ധാരാളമായി ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് സർ അവിടെ ഇപ്പോൾ 80 കോടി രൂപയുടെ ഒരു കിഫ്ബിയിലൂടെ പ്രൊജക്റ്റ് അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത മാസം അത് ടെൻഡർ ചെയ്യാനായിട്ട് പോവുകയാണ്. സർ, ഈ പറഞ്ഞ ഒരു വിഷയം എടുത്തു പറയാൻ ആഗ്രഹം, അതായത് 61 സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് 400 ബെഡിന് 8 ഡോക്ടർമാരേ ഉള്ളൂ. അവിടെ നിന്നൊക്കെ നമ്മൾ ഒത്തിരി മുന്നോട്ട് വന്നിട്ടുണ്ട് സർ. ചങ്ങനാശ്ശേരിയിലെ ജനറൽ ആശുപത്രിയിലെ തസ്തികകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അവിടെ PSC വഴിയുള്ള നിയമനം കൂടാതെ NHM വഴിയും അതല്ലാതെ HMC വഴിയുമായിട്ടുമൊക്കെ തന്നെ അവിടെ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും കൊടുത്തിട്ടുണ്ട്. അധികമായി വരുന്നത് ഇപ്പോൾ അവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇല്ല സർ. അവിടെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുതുതായി അവിടേക്ക് ചേർക്കപ്പെടുന്ന സംവിധാനങ്ങളിൽ ആവശ്യമായിട്ടുള്ള തസ്തികകൾ ഒരുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വിഷയം അദ്ദേഹം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ട് സർ.